ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നിവിടെ കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോളിഫ്ലവർ എടുത്ത് അതിനെ മുറിച്ച് കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വെച്ചിട്ട് ഇത് വെന്തതിന് ശേഷം ഊറ്റിയെടുക്കണം. ഇനി ആവശ്യം മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ. ഇതിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി നമുക്ക് മിക്സാക്കി എടുക്കണം. നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചെറുനാരങ്ങ തന്നെയാണ്. ഇനി നമുക്കത് നല്ല വൃത്തിക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാവും. ആയതിന് ശേഷം നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, റവ, കോൺഫ്ലവർ, മൈദപ്പൊടി. ഇത് 1 ടേബിൾ സ്പൂണാണ്. ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സ് ആവുന്നില്ല. അവസാനം ഞാൻ എങ്ങനെയല്ലോ ഇത് മിക്സാക്കി എടുത്തു. ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മസാല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. സാവധാനം ക്ഷമയോടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്കത് നല്ല വൃത്തിക്ക് ഒന്ന് മിക്സാക്കി എടുക്കണം. അത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് നല്ല വൃത്തിക്ക് മിക്സായി വന്നോളും. മിക്സായതിന് ശേഷം ഈ ഒരു പരുവത്തിലാവും. ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കോളിഫ്ലവർ ഇതിലേക്ക് സാവധാനം മെല്ലെ ഇട്ട് കൊടുക്കുക. ഞാൻ മെല്ലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മെല്ലെ ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ മിക്സാക്കി എടുക്കുക. ഞാൻ മെല്ലെയാണ് മിക്സാക്കുന്നത്. ചിലപ്പോൾ പുറത്തേക്ക് പോയെങ്കിലും കുറച്ച് മെല്ലെ മിക്സാക്കി ഈ ഒരു പരുവത്തിൽ ആവണം. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. 1 മണിക്കൂർ നേരം അടച്ച് വെക്കണം, എന്നാലേ മസാല പിടിക്കൂ. ഇനി അടുത്തത് എണ്ണ ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ കടുകുവറ ചെയ്യുക. ഞാനിതിലേക്ക് കരിവേപ്പിലയും പിന്നെ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റൈലിനും ഒരു ചെറിയ ടേസ്റ്റിനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് മെല്ലെ അതൊന്ന് മാറ്റി വെക്കാം പ്ലേറ്റിലേക്ക്. എനിക്ക് ക്ഷമ സഹിക്കാൻ കഴിയുന്നില്ല, കാരണം വിശന്നിട്ട് വയ്യ ഇത് കഴിക്കാനുള്ള ധൃതി കാരണം. അങ്ങനെ ഞാനിതെടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റ്.